അർജുനെ സെറ്റാക്കാൻ നോക്കുന്നുണ്ടോ നോറ എന്നൊരു ഡൗട്ട്. കുറച്ച് ദിവസമായി രാത്രി ലൈവ് കാണുന്നവർക്കറിയാം, അർജുൻ എവിടെയുണ്ടോ അവിടേക്ക് എത്തും നോറ. അർജുൻ റൂമിലുണ്ടെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. അർജുൻ പോകുന്നത് വരെ റൂമിൻ്റെ അകത്തിരിക്കും. കഴിഞ്ഞ ദിവസം നോറ അർജുൻ്റെ ഹൂഡിയൊക്കെ ഇട്ടിട്ടാണ് ഫുള്ള് നടന്നിരുന്നത്. ചോദിച്ചു വാങ്ങിയതാണെന്ന് അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഹൂഡിയൊക്കെ ഇട്ട് രാത്രി അതൊക്കെ ഇട്ട് വിലസുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എപ്പോൾ ശ്രീതു അർജുൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നോറ അവിടെ വന്നിരിക്കും. അല്ലെങ്കിൽ ശ്രീതു എത്തുന്നതിന് മുൻപേ റൂമിലുണ്ടായിരിക്കും നോറ. ഇപ്പോൾ ലൈവിൽ കണ്ടവർക്കറിയാം, അവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണ് അർജുൻ്റെ അടുത്ത് നോറ. ആ റൂമിൽ വേറെ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അർജുൻ പോകാൻ നോക്കുന്ന സമയത്ത് അർജുൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പോകണ്ട ഞാനൊന്ന് സംസാരിക്കട്ടെ, ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ പോകാൻ സമ്മതിക്കുന്നില്ല. ഇല്ല, ഞാൻ പോവില്ല, നീ കാര്യം പറ, ഡ്രസ്സ് തായോ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് രണ്ടുപേരും കൂടി ഇരുന്നിട്ട്. എന്നിട്ട് നോറ അർജുൻ്റെ ഡീറ്റെയിലൊക്കെ പറയുന്നുണ്ട്. അർജുൻ ആരാണ് എന്താണെന്നൊക്കെ പറയുന്ന സമയത്ത് അർജുൻ പറയാണ്, ആഹാ, എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ ഇവിടെ നോറ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അർജുൻ ഒരു ഇൻഫ്ലുവൻസറാണ്, മോഡലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അർജുൻ, ഞാൻ ഇൻഫ്ലുവൻസറല്ല, മോഡലാണ്. പിന്നെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ അർജുനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് പറയട്ടെ, എല്ലാ കാര്യങ്ങളും നിന്നെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോറ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നതിന് എല്ലാം കൃത്യമായി അർജുൻ അവിടെ മറുപടി പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത നിന്നോട് ഞാൻ എന്തിനു സംസാരിക്കണം എന്ന് ചോദിക്കുന്ന സംഭവം നോറ അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ അർജുൻ ഒന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ വീട്ടിലെ ഏറ്റവും ഇഷ്ടമല്ല, നിൻ്റെ വീട്ടിലല്ല ചോദിച്ചത്, നിൻ്റെ വീട്ടിലെ അമ്മേനെ ആയിരിക്കും എന്ന് എനിക്കറിയാം, ഞാൻ ചോദിച്ചത് ഇവിടെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് നമ്മുടെ ജിൻഡോനെയാണെന്ന് പറയുന്നുണ്ട് അവിടെ. അതെന്ത് ജിൻഡോനെ ഇഷ്ടം ചോദിക്കുമ്പോൾ, അല്ല എനിക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടമാണ്, ജിൻഡോൻ്റെ സംസാരം, ജിൻഡോൻ്റെ ഓരോ വർത്തമാനത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ജിൻഡോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ബാഡ് വേർഡ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ജിൻഡോ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജിൻഡോനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, അതല്ല, അതൊരു മെന്നല്ലേ, പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ അർജുൻ ഇങ്ങനെ പറഞ്ഞു, അത് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലൂ തരാമെന്ന് പറയുമ്പോൾ ആരാണെന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ പറഞ്ഞാൽ, എനിക്ക് ഒരാളെൻ്റെ മനസ്സിലുണ്ട്, ആ ആളാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ജിൻഡോന് ഇഷ്ടപ്പെട്ട നിലയ്ക്ക്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളിൽ ആ വ്യക്തിയുടെ പേരായിരിക്കും നീ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാലും പറ എന്ന് പറയുമ്പോൾ അവിടെ ക്ലൂ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എസ്സിലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പവർ റൂമിലും കാണും, ഇടയ്ക്ക് പുറത്തും കാണും, എന്നാൽ ഏതു നേരം എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണെന്നും പറയുന്നുണ്ട് അർജുൻ. അപ്പോൾ എസ് വെച്ച് തുടങ്ങുന്നത് ഏത് തരം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അർജുനെ നോക്കിക്കൊണ്ടിരിക്കുക, അതാരാണ് എന്നുള്ള കൺഫ്യൂഷനിലായി സത്യത്തിൽ. അവസാനം പറഞ്ഞു എയിൽ അവസാനിക്കുകയും ചെയ്യും പേരെന്ന്. അങ്ങനെ കണ്ടു ഒരു രക്ഷയില്ലാതെ ആലോചിച്ചിട്ട് ശ്രീരേഖ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വിചാരിച്ചത് നൂറ അവിടെ വിചാരിച്ചത് ജാൻമണി ആയിരിക്കുന്നതാണ്. പക്ഷേ ജാൻമണി അല്ല എന്ന് മനസ്സിലായപ്പോൾ എസ്സിൽ തുടങ്ങുന്നതും എയിൽ അവസാനിക്കുന്നതും ആര് എന്നുള്ള കൺഫ്യൂഷനിലായി നൂറ. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ചോദിച്ച് വന്നപ്പോൾ അത് സാമന്തയാണെന്ന് പറയുന്നുണ്ട് അർജുൻ. സാമന്തേനെയാണ് ഉദ്ദേശിച്ചത്. സാമന്ത എന്നെ ഏത് നേരം നോക്കിയിരിക്കും, ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമന്തേനെയാണെന്ന് പറയുന്നുണ്ട്. സാമന്തേൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ, സാമന്തേനെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് നൂറയുടെ ആ സംസാരം കേട്ടിട്ട് നൂറ ഇങ്ങോട്ടാണോ പോകുന്നത്, നമ്മൾ പറയില്ലേ വാല് പൊക്കുമ്പോഴേ അറിയാമെന്ന് പറയുന്ന പോലെ നൂറയുടെ സംസാരം കേട്ടിട്ട് അർജുൻ്റെ പുറകെയുള്ള നടത്തവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ അർജുന് റൂട്ടിടുന്നുണ്ടോ നൂറ എന്നൊരു സംശയമില്ലാതില്ല.